സിനിമ ഒന്ന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒരു പുതുമയുണ്ട്. ഞങ്ങളെന്താ മനസ്സിലാക്കുന്നത്? കറക്റ്റ് പുതുമ തന്നെയാണ്. ആ സെക്കൻഡ് ഹാഫിലുള്ള പുതുമ തന്നെയാണ് ആകർഷിച്ചത്. സെക്കൻഡ് ഹാഫിലുള്ള പുതുമ നമ്മൾ ഇതുവരെ കണ്ടിട്ടാത്തൊരു കാര്യമാണല്ലോ. മാത്രമാണ് അതിൽ ആ കുട്ടിയുടെ റിവെഞ്ച്. അപ്പൊ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുള്ളത് ഇനി? തീർച്ചയായിട്ടും കാണാം. മോളെ എങ്ങനെയുണ്ട് സിനിമ? സാറേ എങ്ങനെയുണ്ട് സിനിമ? ഒരു പുതിയ ഡയറക്ടറുടെ പുതിയ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് സിനിമ? അമ്മേ എങ്ങനെയുണ്ട് സിനിമ? ഇന്റർവെല്ലിന് ശേഷം നല്ല പടം ഫിറ്റാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തുടക്കമല്ലേ? നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഫിലിമിനകത്തുണ്ട്. കാരണം ഇതുവരെ സിനിമ കാണാത്ത നല്ലൊരു ക്ലൈമാക്സ്, നല്ല ലവ് ഉണ്ട്, നല്ലൊരു പ്രണയം, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രതികാരം. അതൊരു പ്രതികാരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാം നല്ല മ്യൂസിക്കാണ്, ക്യാമറ വർക്ക് നല്ല ഡയറക്ഷൻ എല്ലാം. എൻ്റെ പേര് രഞ്ജിത്താണ്. ഞാൻ മമ്മൂക്കയുടെ ഫയർമാൻ്റെ റൈറ്ററാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നേരൊരു നേരത്ത്. ഇന്നലെയാണ് പടം റിലീസായിട്ടുള്ളത്. കേരളം ആകെ മൊത്തം വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണണം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതുവരെ പോകാത്ത വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ ഒരു അറ്റംപ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ അറ്റംപ്റ്റ് കാണാനായിട്ട് നിങ്ങൾ ഈ സിനിമ കാണണം. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകില്ല. ഒരു ഫ്രഷ് കണ്ടൻറ്റ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.